അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പടച്ച റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി തേടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവായി ചെല്ലേണ്ട പ്രാർത്ഥനകളിൽ ഫാത്തിമ ബീബിക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്: ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം മുഖേന നിന്നോട് ഞാൻ സഹായം തേടുന്നു. എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരേണമേ. കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ കൈവിടരുതേ എന്ന പ്രാർത്ഥന. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലെ ആവശ്യങ്ങളായി വിശ്വാസി അള്ളാഹുവിനോട് സമർപ്പിക്കുന്നത്. 1. അള്ളാഹുവിൻ്റെ കാരുണ്യം മുൻനിർത്തിയുള്ള സഹായതേട്ടം. 2. എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ നടക്കാനും നല്ല പര്യവസാനത്തിനുള്ള പ്രാർത്ഥന. 3. എല്ലായ്പ്പോഴും എൻ്റെ നേരെ അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും ശ്രദ്ധയും ഉണ്ടാകണമേ എന്ന വിനയാന്വിത തേട്ടം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെയും തണലിലാണ് നാം ജീവിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ യഥാവിധി നിലനിന്നെങ്കിൽ മാത്രമേ ഒരു സാധാരണ ജീവിതം പോലും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഈ കാര്യം നാം വിസ്മരിക്കരുത് എന്ന മഹത്തായ സന്ദേശമാണ് ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നത്. നമുക്കറിയാം, അള്ളാഹുവിനോട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏറ്റവും മുഖ്യമായ ഒരു വിഷയം അള്ളാഹുവിൻ്റെ സവിശേഷ നാമങ്ങളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അനുവദനീയവും ശ്രേഷ്ഠവുമായ ഒരു ഇടതേട്ടം തന്നെയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ തന്നെ അസ്മാവുകളെയും സിഫാത്തുകളെയും അവലംബിച്ചുകൊണ്ടുള്ള ഇത്തരം തവസ്സുൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് അഭികാമ്യമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെയും സഹായത്തിൻ്റെയും തണലിലും കനിവിനുമാണ് അനുനിമിഷം നാം ജീവിക്കുന്നത് എന്ന ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ പച്ചപിടിച്ചു നിൽക്കാൻ ഈ പ്രാർത്ഥന പതിവാക്കുന്നത് നന്നായിരിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.